ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നൊരു കിഡിലൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബീഫ് അച്ചാറാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കിഴക്കിയെടുത്ത വെള്ളം തന്നെ ഇതിലുണ്ടാവും. ഇതൊരു ഹാഫ് വേവ് ആയാൽ മതി കേട്ടോ, നന്നായിട്ട് വെന്ത് പോവരുത്. അപ്പൊ നമുക്ക് അച്ചാർ നന്നായി കിട്ടില്ല. ബീഫ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറേശ്ശെയായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചിട്ട് എടുക്കണം. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത്രയും ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അതുപോലെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇനി ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം എന്നില്ല കേട്ടോ, ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ അച്ചാറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നങ്ങ് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കറിവേപ്പില കുറച്ച് അല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വറവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ബീഫ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതല്ലേ, അപ്പോൾ ഒന്ന് അങ്ങ് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു വെള്ളം വറ്റുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ചുകൂടി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. ഇപ്പോൾ വെള്ളം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി എത്രയാണോ അത്രയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ള മധുരം ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അച്ചാറുപിള്ള നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വിനാഗിരി ഒന്നുകൂടി ഒന്ന് വറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം.